ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യലൈസ് വ്ളോഗ്സ്. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. തേൻ നെല്ലിക്ക എന്നൊക്കെ പറയാം കേട്ടോ. തേൻ ഉപയോഗിക്കാതെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് തേനിൻ്റെ സെയിം ടേസ്റ്റ് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ തേൻ കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അല്ലേ? വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു ഐറ്റമാണിത്. തേൻ നെല്ലിക്ക എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരുപക്ഷെ ഇതുപോലെയൊന്നും ആയിരിക്കില്ല കറക്റ്റായിട്ട് ഉണ്ടാക്കുന്നത്, എങ്കിലും ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റും. നല്ല നാടൻ നെല്ലിക്ക കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് മുകളിൽ നിന്ന് താഴെ ഇട്ടപ്പോൾ അതൊക്കെ വീണ് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് കട്ട് ചെയ്തിട്ട് കഴുകിയെടുക്കാം. നല്ല നാടൻ നെല്ലിക്കയിൽ ഇങ്ങനെയുള്ള കേടൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. മരുന്നടിച്ചതിലൊന്നും ഇങ്ങനത്തെ ഉള്ളതൊന്നും കാണില്ല. നല്ല ഒരാൾ തന്നതാണ്. ഒരു 1/2 കിലോ കൂടുതലുണ്ടാവും. ഇത് നന്നായി കഴുകി ആ പൊട്ടിയ ഭാഗമൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അധികമൊന്നും വേവിക്കണ്ട. ഒരു 5 മിനിറ്റ് ഇഡ്ഡലി തട്ടോ സ്ട്രീമർ പോലെയുള്ള ഐറ്റം എടുത്തിട്ട് ഇതുപോലെ അടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് കേട്ടോ, അത്രയും മതിയാവും. ഇത് വേകുന്ന സമയം കൊണ്ട് ഒരു പാത്രത്തിലോട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലേക്ക് 1/2 കിലോ കൂടുതൽ ഞാനിവിടെ ശർക്കര ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ശരിക്കും ഇത് ശർക്കര പകുതി പനങ്കൽക്കണ്ടില്ലേ, അതും കൂടി ആഡ് ചെയ്താൽ വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ ഈ ശർക്കര പാനിക്ക് പകരം പ്യുവർ തേൻ ഉപയോഗിച്ചാൽ അതിലേറെ നല്ലതാണ്. ഏകദേശം ഒരു 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് അതിൻ്റെ പുറം ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇത് നെല്ലിക്ക കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളപ്പാവ് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് പാവ് ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നെല്ലിക്കയിൽ ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ മധുരമെല്ലാം ഇതിലോട്ട് ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് ചൂടായതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുക്കുന്നത്. ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഓരോന്ന് എടുത്തിട്ട് കുത്തി കൊടുക്കാം. ഏകദേശം ശർക്കരപ്പാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ച് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നെല്ലിക്ക ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 10-15 മിനിറ്റോളം നെല്ലിക്ക ഈ ശർക്കര പാവിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വേവണം കേട്ടോ. നന്നായി ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അതങ്ങനെ അടുക്കി പിടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. ശർക്കര പാവ് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ആ ശർക്കര പാവിൻ്റെ ഒരു ഒന്ന് കുറച്ച് തിക്കായിട്ട് വരുന്ന സമയത്ത് നമുക്ക് മതിയാക്കാം. നെല്ലിക്ക കൊണ്ട് തന്നപ്പോൾ ഇത് ഉപ്പിലിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരത്തെ ഉപ്പിലിട്ടത് അവിടെ ഉണ്ട്. പിന്നെ അച്ചാറിടാമെന്ന് വെച്ചാൽ അത് വല്ലപ്പോഴുമൊക്കെ അല്ലേ കഴിക്കുള്ളൂ, കുട്ടികളൊന്നും കഴിക്കില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഇഷ്ടവും മധുരം ആഡ് ചെയ്യുന്നത് കൊണ്ട്. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. പെട്ടെന്ന് ചീത്തയാവില്ല. നെല്ലിക്ക ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്നില്ലേ നമ്മൾ, അത് കഴിഞ്ഞിട്ട് ശരിക്കും പ്യുവറായിട്ടുള്ള തേനിൽ ഇട്ട് വെക്കണം. അതാണ് തേൻ നെല്ലിക്ക. പക്ഷേ നമുക്ക് അത്രയും തേനില്ലാത്തത് കൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് മാത്രം. ഒരു ലെമൺ ജ്യൂസ് പിഴിഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങ. അതായത് ഈ ശർക്കര പാവില്ലേ, അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നല്ല തിക്കായിട്ട് വരും. അങ്ങനെ അത് വരാതിരിക്കാനുള്ള ഒരു ഐഡിയ ആണ്. കുറച്ച് ലെമൺ മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഏകദേശം ശർക്കരപ്പാവ് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് കട്ടിയാവില്ലേ, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലെമൺ ആഡ് ചെയ്യണത് കേട്ടോ. ഇത് നോക്കൂ, ഇതുപോലെ ഉണ്ടാവും. നല്ല ചൂടുണ്ട്, കണ്ടോ? നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് ആ കുരു എങ്ങനെ വേറിട്ട് വരണു നോക്കൂ. നല്ല അതിൻ്റെ അകത്തോട്ടൊക്കെ മധുരമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. 1 സ്പൂൺ സിറപ്പും 1 നെല്ലിക്ക എടുത്തിട്ട് ഓരോ ദിവസം കഴിക്കാം. വളരെ ഹെൽത്തി ആയതാണ്. നല്ല ടേസ്റ്റും ഉണ്ടാവും. പുളിപ്പും ചവർപ്പും കയ്പും ഒന്നുമില്ലാതെ നല്ല മധുരമുള്ള തേന് കഴിക്കുമ്പോൾ എങ്ങനെയാണോ ടേസ്റ്റ്, അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ഈ സിറപ്പിൽ കിട്ടുന്നത്.
നെല്ലിക്ക നല്ല ആരോഗ്യത്തിന് നല്ലതാണെന്ന് അറിയാം അല്ലേ നമുക്കെല്ലാവർക്കും. പക്ഷേ ഒരു നെല്ലിക്ക മുഴുവനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല. പകുതി കടിച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടിടും. പിന്നെ ഡെയിലി ഓരോന്ന് കഴിക്കാമെന്ന് വെച്ചാൽ അത് കഴിക്കുമോ? ഇല്ല. പിന്നെ അത്രയും നാൾ കേടുകൂടാതെ ഇരിക്കില്ല ഇത്രയും നെല്ലിക്ക. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഡെയിലി നമുക്ക് ഒരു സ്പൂൺ സിറപ്പും ഒരു നെല്ലിക്ക എടുത്തിട്ട് കഴിക്കാം. വളരെ ഹെൽത്തി ആയതാണ്. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വൈറ്റമിനാണ് സി എന്നൊക്കെ പറയും. എങ്കിലും വൈറ്റമിൻ സി ഉള്ളത് തന്നെയല്ലേ നെല്ലിക്ക. അങ്ങനെ നല്ല ടേസ്റ്റി ആയതും ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു തേൻ നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് നോക്കൂ, ഇതിന് വെല്ലപ്പാവിൽ ഇട്ടിട്ട് തന്നെ ഇത്രയും ടേസ്റ്റ് ആണെങ്കിൽ പ്യുവർ തേനിൽ ഇതുപോലെ ഇട്ട് വെച്ചാൽ എന്തായിരിക്കും ടേസ്റ്റ്. ഒരു 1/2 ലിറ്റർ തേനൊക്കെ വാങ്ങിക്കാന്ന് വെച്ചാൽ നമുക്കത് പറ്റണ പണിയാണോ? അതുകൊണ്ടാണ് ഞാനിപ്പോൾ ശർക്കര പാവിൽ ഇതിങ്ങനെ മിക്സ് ചെയ്ത് എടുത്ത് വെക്കുന്നത്. പക്ഷേ ഈ ശർക്കര പാവിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, തേനിൻ്റെ സെയിം ടേസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആ നെല്ലിക്കയുടെ പുളിപ്പും ചവർപ്പും മധുരവും എല്ലാം കൂടിയിട്ട് ഈ പാവിലിങ്ങനെ ശർക്കര പാവിലിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അത് ആ സിറപ്പ് മാത്രം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ആര്യലൈസ് വ്ളോഗ്സ് നിങ്ങൾ ആദ്യമായിട്ടാണോ കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ കുറേ വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഒന്ന് പ്രീവിയസ് വീഡിയോസ് എല്ലാം ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടോളൂ. എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളുണ്ടാവും കേട്ടോ. ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം. ആര്യലൈസ് വ്ളോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ശരിക്കും ഒറിജിനൽ തേൻ നെല്ലിക്ക ഉണ്ടാക്കുന്നത് നമ്മൾ നെല്ലിക്ക ഇങ്ങനെ ആവിയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള റിയൽ തേന്, ഒറിജിനൽ തേന് ഒരു 1/2 ലിറ്ററോളം വേണ്ടി വരും. ആ തേനിലോട്ട് ഈ നെല്ലിക്ക ഇട്ടിട്ട് അടച്ചു വെച്ചാൽ മതി. അതാണ് ശരിക്കും തേൻ നെല്ലിക്ക. പക്ഷെ നമുക്ക് ഇത്രയും തേൻ കിട്ടാൻ പ്രയാസമായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. തേൻ ഇവിടെ ഉണ്ട്, പക്ഷെ അത് വല്ലപ്പോഴും വേറെ എന്തെങ്കിലും ഉപയോഗത്തിന് വേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കാതിരുന്നതാണ്. ഇത് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതും ടേസ്റ്റിന് വളരെയധികം മുന്നിൽ നിൽക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഹെൽത്തിയാണ്, എന്തായാലും നെല്ലിക്ക തന്നെ അല്ലേ. ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ തേനൂറും തേൻ നെല്ലിക്കയാണിത്. നോക്കൂ, 1 ഡേ കൊണ്ട് തന്നെ ഇതുപോലെ ആയി. നന്നായിട്ട് ആ നെല്ലിക്കയൊക്കെ ഇങ്ങനെ മെൽട്ടായി വന്നിട്ടുണ്ട്. തൊടുമ്പോഴേക്കും ഇങ്ങനെ വായിലിട്ടാൽ അലിയുന്ന രൂപത്തിലുള്ള ഇതായിട്ടുണ്ട്. ഇനി ഒരാഴ്ച കഴിയുമ്പോഴേക്കും എന്തായിരിക്കും ഇത്, ആ കുരുവെല്ലാം സെപ്പറേറ്റഡ് ആയിട്ട് വരും. അത്രയും മെൽട്ടായിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്കിത് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായില്ലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. കാരണം വളരെ അധികം ഹെൽത്തി ഉള്ളതാണ്. കുട്ടികൾക്കൊക്കെ ഡെയിലി ഒരു സ്പൂൺ സിറപ്പും കൂടി കൊടുത്താൽ വളരെ നല്ലതാണ്.